നമസ്കാരം. ഇന്ന് നമ്മൾ ഫേസസ് ഓഫ് സ്കിൽ ലേണിങ്ങിനെ കുറിച്ചായിരിക്കും പഠിക്കാൻ പോകുന്നത്. ഈ വീഡിയോയുടെ ലക്ഷ്യങ്ങൾ സ്കിൽ അതായത് കഴിവ് നിർവചിക്കുക, സ്കിൽ ട്രാൻസ്ഫർ ടെക്നിക് മനസ്സിലാക്കുക, ഫേസസ് ഓഫ് സ്കിൽ ലേണിംഗ് പ്രസ്താവിക്കുക. വീഡിയോയിലേക്ക് കടക്കാം. സ്കില്ലിൽ ഒരുപാട് ടൈപ്സും ഉണ്ട്, കുറച്ച് ബുദ്ധിമുട്ടും ഉണ്ട്. മോട്ടോർ സ്കിൽസിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം അവരിതെങ്ങനെയാണ് പഠിച്ചതെന്ന രീതി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരേപോലെ ആയിരിക്കും. ഫിസിക്കലി ഒരുപാട് കാര്യങ്ങൾ അവർക്കിതിലൂടെ പഠിക്കാനും കഴിയും. എംപ്ലോയേഴ്സിന് ഇതുപോലത്തെ മെത്തേഡാണ് ഇഷ്ടം. ഇതിലൂടെ പഠിപ്പിക്കുന്നവരുമായി അവർക്ക് നല്ലൊരു കണക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് എളുപ്പത്തിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിനേക്കാളും വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. ട്രാൻസ്ഫർ ഓഫ് സ്കിൽ എന്താണെന്ന് 7 സ്റ്റെപ്സിലൂടെ നമുക്കറിയാം. ആദ്യം അത് എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു കൊടുക്കണം. പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. വീണ്ടും അവരോട് അത് ചെയ്യാൻ പറയണം. പഠിപ്പിക്കുന്ന രീതി വളരെ എളുപ്പമായിരിക്കണം. ഒപ്പം തന്നെ അതിന്റെ ഇമ്പോർട്ടൻസും അവരറിയണം. എമിറ്റേഷൻ, അവരത് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കണം. ലിങ്കിങ്, അവർ ചെയ്യുന്നത് ശരിയാണോ അല്ലയോ എന്ന് ശ്രദ്ധിക്കണം. റിഫൈൻമെന്റ്, അവരെ ഒരു ജോലി ഏൽപ്പിച്ച് അതിലൂടെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. ലേണിംഗിൽ തന്നെ 3 ഫേസസ് ആണ് ഉള്ളത്. ആദ്യത്തത് അക്വിസിഷൻ, രണ്ടാമത്തത് റിട്ടൻഷൻ, മൂന്നാമത്തത് റീകോൾ. ആദ്യത്തെ ഫേസ് അക്വിസിഷൻ. ഇതിൽ ട്രെയിനി തന്റെ ബുദ്ധി ഉപയോഗിച്ചാണ് പഠിക്കുന്നത്. അറ്റൻഷൻ ആൻഡ് പെർസെപ്ഷൻ, ലേണിംഗ് പ്രോസസ്സിൽ ഇത് വളരെയധികം പ്രധാനമാണ്. പെർസെപ്ഷൻ എന്നാൽ നമ്മൾ കാണുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന രീതിയിൽ അത് മനസ്സിലാക്കുന്നത്. ഒരു ട്രെയിനി തന്റെ പെർസെപ്ഷനിലൂടെയാണ് കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുന്നത്. ലേണേഴ്സിന്റെ അറ്റൻഷനിലൂടെ വേണം തിരിച്ചറിയാൻ. നിങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ട്രെയിനീസ് നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അവനത് പഠിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഉദാഹരണം, ചിലർക്ക് ടെലിവിഷൻ, റേഡിയോ ഇതിലൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റ് കാണും. അത് എന്താണെന്ന് അറിയാൻ വേണ്ടി സയൻസിൽ വളരെ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അതായത് ഈ യന്ത്രം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ. ചിലർ പ്രൈസ് വാങ്ങിക്കാനായിരിക്കും കൂടുതൽ ശ്രദ്ധിച്ചു പഠിക്കുന്നത്. എന്നുവെച്ചാൽ അവന്റെ ശ്രദ്ധ ആ പ്രൈസ് വാങ്ങിക്കുന്നതിലാണ് കൂടുതലുള്ളത്. അല്ലാതെ ആ സബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കണമെന്ന ഇൻട്രസ്റ്റ് ഒന്നും അവന് കാണില്ല. 2 രീതിയിലുള്ള മോട്ടിവേഷൻസും ഇവിടെ യൂസ്ഫുൾ ആണ്. 2 രീതിയും ഇവിടെ നന്നായി പ്രവർത്തിക്കുന്നതാണ്. സൈക്കാട്രിസ്റ്റ് ഇതിനെക്കുറിച്ച് പറയുന്നത് ചിലർക്ക് നല്ല ഗ്രാസ്പിംഗ് പവർ കാണും. അതുകൊണ്ട് പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ അവരുടെ മനസ്സിലത് പെട്ടെന്ന് തന്നെ പതിയും. ഇതിനെയാണ് റെഡിനെസ് ടു ലേൺ എന്ന് പറയുന്നത്. പഠിക്കുന്ന സമയത്ത് ഇതുപോലത്തെ സ്കിൽസൊക്കെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ വരേണ്ടതാണ്. ഫേസ് ഓഫ് റിട്ടൻഷൻ. ചിലർക്ക് ഒരേ കാര്യം വീണ്ടും വീണ്ടും ചെയ്യുമ്പോഴായിരിക്കും അവർ പഠിച്ച കാര്യം അവരുടെ മനസ്സിൽ പതിയ. അതുകൊണ്ടാണ് സൈക്കാട്രിസ്റ്റ് ഒന്നും പകുതിയാക്കി വെക്കരുത്, മുഴുവനുമായി പഠിക്കണമെന്ന് പറയുന്നത്. അപ്പോഴേ ട്രെയിനീസ് ജീവിതകാലം മുഴുവനും പഠിച്ചത് മറക്കാതിരിക്കൂ. അതിനുവേണ്ടി അവർ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ശരിക്കും നല്ല സ്കിൽ കിട്ടണമെങ്കിൽ ഒരു ട്രെയിനി അതിനെക്കുറിച്ച് കുറച്ച് പഠിച്ച് അതിൽ തന്നെ സാറ്റിസ്ഫൈ ആവാൻ പാടില്ല. പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിലിരിക്കാനായി വീണ്ടും വീണ്ടും അത് പഠിക്കേണ്ടതുണ്ട്. ഒരു പ്രാവശ്യം മാത്രം പഠിച്ചു വിടുന്നതുകൊണ്ട് പ്രയോജനമില്ല. ട്രെയിനീസിന് ഉപകാരമാവുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ പഠിക്കുന്ന കാര്യങ്ങൾ തന്റെ ജീവിതവുമായി കണക്ട് ചെയ്യുന്നതാണ്. ആപ്ലിക്കേഷൻ ഫേസ്. നിങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മയിലുണ്ടാവണം. ഒരു ട്രെയിനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അവൻ പഠിച്ച കാര്യങ്ങൾ വീണ്ടും റീകോൾ ചെയ്ത് വീണ്ടും അത് പ്രവർത്തിപ്പിച്ചാൽ അവൻ പഠിച്ചത് അവന് ഉപകാരമാകും. ഇതിനെക്കുറിച്ച് അരിസ്റ്റോട്ടൽ എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. ഒരു കാര്യം നിങ്ങൾ മറക്കാതിരിക്കണമെങ്കിൽ അതിനെ നമ്മുടെ മെമ്മറിയിൽ മറ്റൊരു കാര്യവുമായി ബന്ധപ്പെടുത്തി ഓർമ്മിക്കണം. നമ്മളൊരു കാര്യം ഓർത്തെടുക്കുന്ന സമയത്ത് അത് നമ്മുടെ പഠിത്തവുമായി കണക്ട് ചെയ്തതാണെങ്കിൽ അത് നമുക്ക് ഓർത്തുവെക്കാൻ വളരെ എളുപ്പമായിരിക്കും. നമ്മുടെ മെമ്മറീസിൽ അത് റാൻഡംലി സ്റ്റോർ ആവുന്നതായിരിക്കില്ല. അത് നമ്മുടെ ജീവിതവുമായി ഒരുമിച്ചായിരിക്കും. അങ്ങനെ വേണം നമ്മളത് ഓർത്തെടുക്കാൻ. ശരി, ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കിയാലോ? സ്കിൽ ലേണിംഗിന്റെ ഈ വീഡിയോ 7 ഭാഗങ്ങളായിട്ടാണ് ഉള്ളത്. ഇതിൽ സ്കിൽ ട്രാൻസ്ഫറിനെ കുറിച്ചും ഉണ്ട്. ഇതിൽ ലേണിംഗിന്റെ 3 ഫേസസ് ഉണ്ട്. അക്വിസിഷൻ, റിട്ടൻഷൻ ആൻഡ് റീകോൾ. അറ്റൻഷൻ, പെർസെപ്ഷൻ ആൻഡ് റെഡ്ലിനെസ്. ഇതെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒപ്പം തന്നെ ഓവർ ലേണിംഗ്, പിന്നെ കണക്ടിംഗ് മെമ്മറി. ഇത് ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ്. ദ റീകോൾ ലേണിംഗ് പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുന്നു. ഈ വീഡിയോയിൽ കാണിച്ചതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വരുന്നതുവരെ നന്ദി, നമസ്കാരം.